മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും അടക്കം 12 ഇടങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. ഇഡിയുടെ റെയ്ഡ് തുടരുകയാണ്. അതിനിടയിൽ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല, വളഞ്ഞിട്ട് അടിച്ചോളൂ. സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടുമെന്നാണ് തന്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നത്. ശരി, അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞുകൊള്ളട്ടെ, അത് അദ്ദേഹത്തിന്റെ അവകാശം മാത്രമാണ്. സംഘപരിവാറിന്റെ ഗൂഢാലോചനയാണ് ഇത് എന്ന CPM ഹാൻഡിലിൽ നിന്ന് രാവിലെ മുതൽ തന്നെ ന്യായീകരണങ്ങൾ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ ദില്ലിയിൽ നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷമാണ് ഇതിന് ഇത്രയും ആർജവം വന്നിരിക്കുന്നത്, ഇത്രയും സ്പീഡപ്പ് ആയിരിക്കുന്നത്. അത് ഗൂഢാലോചന തന്നെയാണ്. കോൺഗ്രസും BJPയും ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തി പിണറായി വിജയനെ കുടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന മട്ടിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, പ്രസ്താവനകളൊക്കെ രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്ത് സർവീസാണ് വീണ വിജയൻ നൽകിയത് എന്ന ചോദ്യത്തിന് ഇതുവരെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസോ വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. ആരും വിശദമായ ഒരു പ്രതികരണം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാജ്യത്തെ ഇത്തരത്തിലുള്ള ഏജൻസികൾക്ക് ഈ വിഷയങ്ങളിൽ ഏത് സമയത്തും അന്വേഷണം നടത്താൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളുടെ ബാധ്യത അല്ലെങ്കിൽ ഇതെല്ലാം സംഘപരിവാറിന്റെ അതുപോലെ സർക്കാരിന്റെയും ഒക്കെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട എന്ന് തന്നെയാണ് പൊതുസമൂഹം ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന മുഹമ്മദ് റിയാസിനോടും അതുപോലെ തന്നെ CPM ഹാൻഡിലുകളോടും അണികളോടും ഒക്കെ പറയുന്നത്. IT സേവനങ്ങൾ നൽകാതെ തന്നെ CMRL കമ്പനി വീണ വിജയന്റെ എക്സലോജി കമ്പനിക്ക് 1.72 കോടി രൂപയാണ് നൽകിയത്. അത് എന്തിന് എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ പണം കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമാണോ എന്നും രാഷ്ട്രീയ സ്വാധീനം ഇതിന് പിന്നിലുണ്ടോ എന്നുമാണ് ഇഡിയുടെ സംശയം. ഇതൊരു സാധാരണ ബിസിനസ് കരാറാണെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നും അതിനാൽ ഇഡിയുടെ സമാന്തര അന്വേഷണം ആവശ്യമില്ല എന്നുമാണ് കമ്പനി കോടതിയിൽ വാദിച്ചത്. ഈ വാദം കോടതി തള്ളിക്കളഞ്ഞു. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ പണത്തിന്റെ ഉറവിടം, ആരുടെ നിർദ്ദേശപ്രകാരമാണോ പണം കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇഡി മുന്നോട്ട് പോകുന്നത്. കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ നിരവധി ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് CMRL പ്രതിക്കൂട്ടിലായത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT സ്ഥാപനത്തിന് CMRL വഴി വലിയ തുകകൾ നിയമവിരുദ്ധമായി നൽകി എന്നായിരുന്നു പ്രധാന ആരോപണം. ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒന്നിലധികം ഹർജികൾ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. എന്നാൽ നിലവിൽ ഈ കേസ് കേന്ദ്ര ഏജൻസികളായ ED, CBI, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവയുടെ പരിഗണനയിലാണ് ഉണ്ടായിരുന്നത്. സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K സുരേഷ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. എന്തായാലും മാസപ്പടി വിവാദം എന്തായിരുന്നു എന്ന് ആരും വ്യക്തമായി പറയാത്ത സ്ഥിതിക്ക് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ബാധ്യത ഇത്തരം ഏജൻസികൾക്കുണ്ട്. ആ ഏജൻസികൾ അത് കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ്. രാവിലെ പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും മൊഴി എടുത്തു എന്നാണ് അറിയുന്നത്. ആ മൊഴികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടോ എന്നും നമുക്ക് അറിയാൻ സാധിക്കും. കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.